വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. ലക്കിടിയിൽ ഹർത്താലിനിടെ സംഘർഷമുണ്ടായി. വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വന്യജീവി സംഘർഷം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വൈത്തിരിയിൽ നിന്ന് അരുൺ അമർനാഥ് ചേരുന്നു. നേരത്തെ ലക്കിടിയിലെ പ്രധാന കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനം തടഞ്ഞിരുന്നു. അവിടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ആ പ്രവർത്തകർ ഇപ്പോൾ വൈത്തിരിയിൽ പ്രകടനവുമായി എത്തി വാഹനം തടയുന്നുണ്ട്. നേരത്തെ ലക്കിടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അതിക്രൂരമായി ഞങ്ങളെ മർദ്ദിച്ച് പോലീസ് വണ്ടിയിലേക്ക് വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കുത്തിരിപ്പ് സമരം നടത്തിയപ്പോ പോലീസ് ഗതികെട്ട് ജാമ്യം തന്നെ ഇറക്കി വിടുകയാണ് ചെയ്തത്. ഈ സമരം തുടരുകയാണ്. ഞങ്ങളെ ജയിലിലേക്ക് വിടണം, അല്ലെങ്കിൽ ജീവിക്കാൻ നാടും കാടും വേർതിരിക്കാൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തയ്യാറാവുന്നത് വരെ വയനാട്ടിൽ UDF അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ ഈ സമരത്തിന് പിന്തിരിയാൻ തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വഴി തടയലും കടയടപ്പിക്കലും ഉണ്ടാവും. ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും UDFന്റെ നേതാക്കന്മാർ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോ കേരളത്തിലെ പിണറായിയുടെ പോലീസ് മൃഗീയമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുള്ളത്. ഇപ്പോൾ വയനാട് പരിപൂർണമായി നിശ്ചലമായി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ 15 മിനിറ്റൊക്കെ നിയന്ത്രിച്ച് വാഹനം വിടുകയാണ് ചെയ്തത്. ഇന്ന് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ വൈത്തിരി CIയുടെ നേതൃത്വത്തിൽ വലിയ സംഘം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സാധാരണ ഞങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് വാഹനങ്ങൾ വിടുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് പ്ലാൻ ചെയ്തുകൊണ്ട് കൃത്യമായി ഞങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ഞങ്ങളുടെ നേതാക്കന്മാരെ അടക്കം വലിച്ച് മർദ്ദിച്ച് പോലീസ് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതെ, അത്തരത്തിലുള്ള പ്രകടനവും പ്രതിഷേധവും തുടരുക തന്നെയാണ്. വയനാട്ടിൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത UDF പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ച് ആദ്യ 5 മിനിറ്റിനുള്ളിൽ തന്നെ പ്രവർത്തകരെ ലക്കിടിയിലെ പ്രധാന കവാടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതേ പ്രവർത്തകർ ഇപ്പോൾ വൈത്തിരിയിൽ പ്രകടനമായി എത്തി വഴി തടയുകയാണ്. ഇത്തരത്തിൽ ഗതാഗതം തടഞ്ഞിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിൽ വഴി തടയൽ പ്രകടനവും ആയി പ്രവർത്തകർ രംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ ഈ ഹർത്താൽ പുരോഗമിക്കുമ്പോഴുള്ള കാഴ്ച.